ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടല്ല. അതല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള മുടി, നല്ല നീളമുള്ള മുടിയൊക്കെ വളർന്നു വരാനും നല്ല തിക്ക് ഹെയർ വരാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു നമ്മുടെ നാട്ടുവൈദ്യം പോലത്തെയുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു കാച്ചെണ്ണയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായി നമ്മൾ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതാ നോക്കി, നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി കറി ലീവ്സ് കണക്കൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു 2-3 പിടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഉലുവ, കരിഞ്ജീരകം, നെല്ലിക്ക, ചെറിയ ഉള്ളി, അതുപോലെ അലോവേര, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ആദ്യമേ നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ നെല്ലിക്കയും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് നോക്കാം. നമ്മളിത് കാച്ചെണ്ണയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒന്നെങ്കിൽ നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ ഒക്കെ വേണം എടുക്കാൻ വേണ്ടി. നല്ല ചുവട്, നല്ല കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കണം. എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായത്, ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആദ്യമേ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കാച്ചെണ്ണയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കിലോത്തിൻ്റെ, അതായത് 1 ലിറ്ററൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1/4 ഭാഗമായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ കുറച്ചധികം നാളിരുന്നോളും. ഇത് കേടായി പോകെ ഇങ്ങനെ മുഷിഞ്ഞ മണോ ഒന്നും വരില്ല. നമുക്ക് നല്ല ബെനഫിറ്റാണ് എല്ലാത്തിനും. അപ്പോൾ ഫസ്റ്റ് നന്നായിട്ട് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് മൊരിയിച്ചെടുക്കുന്നത്. നല്ല രീതിയിൽ നല്ല തിള വന്നതിന് ശേഷം സ്ലോ ഫ്ലെയിമിലിട്ട് ഞാനിവിടെ ചെയ്തത് ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഈ എണ്ണ തയ്യാറാക്കിയെടുത്തത്. കുറച്ച് സമയമെടുത്ത് നല്ല സ്ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും അതൊന്നും കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ അതിൽ നിന്നുള്ള നമുക്ക് വേണ്ട ബെനഫിറ്റുകളൊക്കെ ആ എണ്ണയിലേക്ക് ഇറങ്ങി വരും. ഈ ഒരു മെത്തേഡിലും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതെല്ലാം കൂടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാലും ചെയ്യാം. ഞാനിതിപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഇതേപോലെ ചെയ്തതേ ഉള്ളൂ. 2 മെത്തേഡിലും ചെയ്യാവുന്നതാണ്. ഈ അലോവേരയുടെയും ഉലുവയുടെയും കറുത്ത ജീരകം, ചെറിയുള്ളി, ഇതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ നമുക്ക് പറയാനും അത്രയും കൂടുതലുള്ളതാണ്. പണ്ട് മുത്തശ്ശിമാരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇതൊക്കെ തന്നെയാണ് തയ്യാറാക്കി എടുത്തിരുന്നത്. അവരുടെയൊക്കെ മുടിയുടെ രഹസ്യം ഇത് തന്നെയാണ്. ഈ അലോവേര എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന്, അതായത് തലയോട്ടിക്ക് നല്ലൊരു മോയ്സ്ചറിങ് കിട്ടുന്നതും അതിന് നല്ലതാണ്. അതുപോലെ ഉലുവ നമ്മുടെ മുടിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ഓരോ മുടികൾക്കും നല്ല സ്ട്രെങ്ത് കിട്ടാനും വളരെ നല്ലതാണ്. ഹെയർ ഫോളിങ് കുറയാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഡാൻഡ്രഫ് ഉണ്ടല്ലോ, താരൻ കുറയാൻ നല്ലതാണ്. പിന്നെ ഈ കറുത്ത ജീരകം കലോഞ്ചി എന്നും പറയും. ശരിക്കും നല്ലൊരു പോഷക മരുന്നെന്നാണ് പറയുന്നത്. ഇത് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടിക്ക് നല്ലൊരു സ്ട്രെങ്തൻ കിട്ടാനും നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെയാണ്. ഇതിൽ ഒരുപാട് ഫാറ്റി ആസിഡുകൾ അടങ്ങിയതാണ്. ഉള്ളി നമ്മുടെ ഹെയറിന് നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനുള്ള കൊളാജൻ പ്രൊഡക്ഷനെയൊക്കെ കൂട്ടാനും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ കറിവേപ്പിലയുടെ കാര്യം ആരും ഒന്നും പറയേണ്ടെന്ന് അറിയാലോ. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും അമിനോ ആസിഡ് കൊണ്ടുള്ള ഭയങ്കര ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ പെട്ടെന്നുള്ള മുടി നരയ്ക്കും ഒക്കെ നല്ലതാണ്. കറിവേപ്പിലയൊക്കെ ഒരുപാട് കൂട്ടിയെടുത്താലും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ പഠിക്കുന്ന മക്കളുടെയൊക്കെ മുടി പെട്ടെന്ന് നര വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു നാട്ടെണ്ണയാണ്. ഈ എണ്ണ നന്നായി തണുത്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതൊരു 3-4 ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കയ്യിലേക്ക് എണ്ണ ഇടൂല, ആ സമയത്ത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്താലും മതിയാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക്